കുറേയൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ ഇംഗ്ലീഷ് ഒന്ന് അഡ്വാൻസ് ലെവലിലോട്ട് എത്തിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു ബേസിക് ആയി, ഇൻ്റർമീഡിയറ്റ് ആയി, ഇനി എങ്ങനെ കുറച്ചും കൂടെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നാണ് നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള ഏറ്റവും വലിയ മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, സംസാരിച്ച് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ സംസാരിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ്, അഡ്വാൻസ്ഡ് ലെവലിലുള്ളത്. നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം വൊക്കാബുലറി എടുത്തിരുന്നു. ഇന്നലെ ഒരു 10 വൊക്കാബുലറി മാത്രം കേട്ടോ. ആ വൊക്കാബുലറി വെച്ചിട്ടൊരു ഷോർട്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പല പല കാര്യങ്ങൾ നമ്മൾ പറയും കേട്ടോ. ഇന്ന് നമ്മൾ എങ്ങനെയാണ് അഡ്വാൻസ് ലെവലിൽ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാവുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾ സെൻറ്റൻസ് അറിയാം, കോമ്പൗണ്ട് അറിയാം, പക്ഷെ നമുക്ക് കോംപ്ലക്സ് അറിയില്ല. സിമ്പിളും കോമ്പൗണ്ടും ഒക്കെ അറിയത്തില്ലേ? സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മളൊക്കെ എപ്പോഴും പറയണത് ഐ ലൈക്ക് ടീ, ഐ ഗോ ടു ദ സ്കൂൾ, പിന്നെ യെസ്റ്റർഡേ ഐ വെന്റ് ടു ദ മാർക്കറ്റ്. ഇങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ടൊക്കെ പറയില്ലേ? ഐ റീഡ് ദ ന്യൂസ് പേപ്പർ, ഇങ്ങനെ നമ്മൾ പറയില്ലേ? അപ്പം നമ്മൾ ടെൻസ് വെച്ച് പഠിച്ചത് വെച്ച് മാത്രം സംസാരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. ആ ടെൻസ് ഓർത്തിട്ട് അങ്ങനെ മാത്രം സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ്? കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ 2 അർത്ഥമുള്ള സെൻറ്റൻസുകളെ കൂട്ടിച്ചേർക്കുന്നതാണ്. അതും നമ്മൾ പഠിച്ചതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഐ ലൈക്ക് ടീ ആൻഡ് ഐ ലൈക്ക് കോഫി. എനിക്ക് ടീ ഇഷ്ടമാണ്, കോഫി ഇഷ്ടമാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്? ഈ കോമ്പൗണ്ട് സെൻറ്റൻസിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ആരെ ഉപയോഗിച്ചിട്ടാണ്? ഫാൻ ബോയ്സിനെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഈ ഫാൻ ബോയ്സ്? അതാണ് ഞാൻ പറയുന്നത്. ഈ ക്ലാസ്സൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് കേൾക്കണം. എനിക്ക് തോന്നുന്നു ടെൻസിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച്. ആ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ലിങ്ക് ഇവിടെ ഞാൻ കൊടുക്കാം. അവിടെ ഞാൻ ഫാൻ ബോയ്സ് എന്താണെന്നൊക്കെ ഓരോരോ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഫാൻ ബോയ്സ് എന്തൊക്കെയാണ് പറഞ്ഞോ നിങ്ങൾ? ഫാൻ, ഫോർ, എ, ആൻഡ്, നോർ, ഓർ, അങ്ങനെയുണ്ട്, എറ്റ്, ബട്ട്, ഇങ്ങനെ. ഇതാണ് ഫാൻ ബോയ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഫാൻ ബോയ്സിനെ വെച്ച് കണക്ട് ചെയ്യുന്നതാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഐ ലൈക്ക് ടീ ആൻഡ് ഐ ലൈക്ക് കോഫി. എനിക്ക് ടീയും ഇഷ്ടമാണ്, കോഫി ഇഷ്ടമാണ്. യു ക്യാൻ സ്റ്റേ ഹിയർ ഓർ യു ക്യാൻ ലീവ് നൗ. നിനക്ക് ഇവിടെ ഒന്നെങ്കിൽ താമസിക്കാം, അല്ലെങ്കിൽ നിനക്ക് പോകാം. ഓർ യു ക്യാൻ ലീവ് നൗ. അപ്പോൾ ഈ 2 സെൻറ്റൻസിനും അർത്ഥമുണ്ട് അല്ലേ? യു ക്യാൻ സ്റ്റേ ഹിയർ, നിനക്ക് ഇവിടെ താമസിക്കാം, അർത്ഥമുണ്ട്. യു ക്യാൻ ലീവ്, നിനക്ക് പോകാം. 2നും അർത്ഥമുണ്ട്. അപ്പോൾ കോമ്പൗണ്ട് സെൻറ്റൻസ് ഒക്കെ നമുക്ക് അറിയണതാണ്. ഇപ്പോൾ കോമ്പൗണ്ട് സെൻറ്റൻസ് ആണെന്ന് പേരറിയില്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് അതാണ്. 2 സെൻറ്റൻസിനും അർത്ഥമുണ്ട്. പക്ഷേ നമ്മൾ ഫാൻ ബോയ്സിനെ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കോമ്പൗണ്ട് സെൻറ്റൻസിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് നമുക്ക് അഡ്വാൻസ്ഡ് ലെവലിൽ വേണ്ടത്. അപ്പോൾ എന്താണ് കോംപ്ലക്സ് സെൻറ്റൻസ്? മൊത്തം ഒരു കോംപ്ലക്സ് ആണ് അല്ലേ? കോംപ്ലക്സ് സെൻറ്റൻസ് ഇപ്പം നമ്മൾ പിന്നെന്താണ് സിമ്പിൾ സെൻറ്റൻസ് നമ്മൾ പറഞ്ഞു, ടെൻസ് അങ്ങനെ മനസ്സിലാക്കി എടുക്കുക. നമ്മൾ എന്താണോ ടെൻസിൽ പഠിച്ചത് അത് മാത്രം ഉപയോഗിച്ച് സംസാരിക്കുന്നത്. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാൻ ബോയ്സിനെ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് 2 അർത്ഥമുള്ള സെൻറ്റൻസുകളെ ഒന്നിച്ചാക്കുന്നത്. ഇനി കോംപ്ലക്സ് സെൻറ്റൻസ് എന്താണ്? കോംപ്ലക്സ് സെൻറ്റൻസിൽ ഒരു മെയിൻ ഐഡിയ വേണം. അതായത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുമുണ്ട്, ഡിപ്പെൻഡ് ക്ലോസുമുണ്ട്. ആരൊക്കെയുണ്ട്? ഇൻഡിപെൻഡൻ്റ് എന്നും ഡിപ്പെൻഡൻ്റ് എന്നും ഒന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇതൊക്കെ പറ്റുമോ എനിക്കൊന്ന് ചിന്തിക്കേണ്ട. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു ഭാഗം ഐ ലൈക്ക് ടീ. അതെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് ചായ ഇഷ്ടമാണ്. അത് സ്വന്തം ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് എന്നൊക്കെ പറയുന്നത് ആ ഒരു സെൻറ്റൻസ് തന്നെ നിന്നാലും അതിനൊരർത്ഥമുണ്ട്. ഐ ലൈക്ക് ടീ എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട് അല്ലേ? എനിക്ക് ചായ ഇഷ്ടമാണ്, അതിന് അർത്ഥമുണ്ട്. പക്ഷെ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിന് തനിച്ച് നിൽക്കാൻ പറ്റില്ല. ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്ലോസിനെയും കൂടി ഒന്നിച്ച് ചേർത്ത് വെച്ചാൽ മാത്രമേ അതിന് അർത്ഥം വരുള്ളൂ. ഈ ഒരു ഗ്രാമർ ഈ കുട്ടികൾ പഠിക്കുന്ന പോലെ നിങ്ങൾ ഓർത്തിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനത് എങ്ങനെ നമുക്ക് കോംപ്ലക്സ് സെൻറ്റൻസിലോട്ട് എത്താം എന്ന് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അത് ആർക്കെങ്കിലും അത് കേട്ടിട്ട് എളുപ്പമായാലോ. അതായത് നമ്മുടെ ഈ അർത്ഥമുള്ള സെൻറ്റൻസിനെ അർത്ഥമില്ലാത്ത ഒരു സെൻറ്റൻസിനോട് കൂട്ടിച്ചേർക്കണം. അങ്ങനെ കൂട്ടിച്ചേർക്കണമെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണം? കണക്റ്റേഴ്സ് വേണം അല്ലെ? അർത്ഥമില്ലാത്തതിനെ അർത്ഥമുള്ളതിനെ അർത്ഥമില്ലാത്തതിലോട്ട് കൂട്ടിച്ചേർക്കണമെങ്കിൽ അവിടെ ഒരു കണക്റ്റർ വേണം. അപ്പോൾ
കോമ്പൗണ്ട് സെന്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫാൻ ബോയ്സ് ആണ്. ഫാൻ ബോയ്സ് നിങ്ങളിപ്പോൾ അവിടെ പോയിട്ട് പഠിച്ചു. ഇനി കോംപ്ലക്സ് സെന്റൻസ് ആക്കണമെങ്കിൽ ഞാൻ കുറച്ച് കണക്റ്റിംഗ് വേർഡ്സ് ഇപ്പൊ പറഞ്ഞു തരാം. നമുക്ക് അടുത്ത ദിവസം സെന്റൻസുകൾ നോക്കാം. എല്ലാം കൂടെ കേൾക്കുമ്പോൾ ഒന്നാമത് ഇച്ചിരി കേൾക്കും, പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു മടുപ്പ് വരും. അപ്പോൾ കോംപ്ലക്സ് സെന്റൻസിൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. കണക്റ്റേഴ്സ് വേണമല്ലോ, കാരണം ഒന്നും അർത്ഥമില്ലാത്ത സെന്റൻസ് ആണ്, ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം ഇതിനൊരു ഒരു കണക്ഷൻ കൊടുത്താലല്ലേ അതിനൊരു അർത്ഥമാവുള്ളൂ. അപ്പോൾ കണക്ഷൻ കൊടുക്കണം. അങ്ങനെയുള്ള ലിങ്കിങ് വേർഡ് അല്ലെങ്കിൽ കണക്റ്റേഴ്സിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമുക്ക് ഒരു കാരണം, ഒരു റീസൺ പറയണമെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും പറയുന്നത് നമ്മൾ എന്ത് ഉപയോഗിക്കും? ബിക്കസ് ഉപയോഗിക്കും, സിൻസ് ഉപയോഗിക്കും, ആസ് ഉപയോഗിക്കും. കുറേ കണക്റ്റിംഗ് വേർഡ്സ് ഞാൻ കണക്റ്റിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞ് തന്നെ ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അന്നൊക്കെ നിങ്ങളത് ഓർത്തു, അതൊക്കെ എന്തിനാ പഠിക്കുന്നേ, നമുക്ക് ആൻഡ് അറിയാലോ, ഓർ അറിയാലോ, ബിക്കസ് അറിയാലോ എന്നൊക്കെ ഓർത്തു. അല്ല, നമ്മുടെ സെന്റൻസുകൾ അഡ്വാൻസ്ഡ് ലെവലിലോട്ട് എത്തണമെങ്കിൽ ഇതൊക്കെ നമുക്ക് വേണം. അപ്പോൾ നിങ്ങൾ ഞാൻ ഇപ്പം ലിങ്ക് തന്ന ആ കണക്റ്റിംഗ് വേർഡ്സ് എന്നുള്ള അതും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം, പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ബിക്കസ് ഉപയോഗിക്കും, സിൻസ് ഉപയോഗിക്കും, ആസ് ഉപയോഗിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രാക്സ്റ്റ്, അതായത് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിന് വിപരീതമായിട്ടാണ് നമ്മൾ അതിനല്ലേ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ ഉപയോഗിക്കുന്നത്? ഓൾദോ, ഈവൻ ദോ, വേറാസ് ഉപയോഗിക്കും. എന്തൊക്കെയാണ്? ഇതൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള കഥയാണ്. നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതൊന്നും ഞാൻ പറഞ്ഞു തന്നില്ല. ഇത് നിങ്ങൾക്കറിയാം, കേട്ടപ്പോൾ അതെനിക്കറിയാലോ എന്ന് നിങ്ങൾ ചിന്തിച്ചതാണ്. ഓൾദോ, ഈവൻ ദോ, വേറാസ്. ഇനി നമ്മളൊരു കണ്ടീഷൻ വെക്കുകയാണ്. കണ്ടീഷൻ വെക്കുകയാണെങ്കിലോ if, unless, provided that. if, unless, provided that. ഇതൊക്കെ നമുക്കറിയുന്നതാണ് അല്ലേ? ഇനി ടൈം, when, before, after, until, while, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇതും ഞാൻ തന്ന കണക്റ്റിംഗ് വേർഡ്സിലെ പ്ലേലിസ്റ്റ് നിങ്ങൾ കേട്ട് പഠിച്ചതും കൂടെ അടുത്ത ദിവസം നമ്മൾ സെന്റൻസ് ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിച്ചു വെക്കണം. കാണാതെ പഠിക്കണമെന്നല്ല കേട്ടോ, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്താണെന്ന് മനസ്സിലാക്കി. സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് സംസാരിക്കുന്നത്. കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഫാൻ ബോയ്സിനെ വെച്ച് കണക്ട് ചെയ്യുന്നതാണ് കോമ്പൗണ്ട് സെന്റൻസ്. അവിടെ ഡിപ്പെൻഡ് ക്ലോസ് എന്നും ഇൻഡിപെൻഡന്റ് ക്ലോസ് അതൊന്നും നമുക്കിപ്പോൾ വേണ്ട. നമ്മൾ ഫാൻ ബോയ്സിനെ വെച്ച് കണക്ട് ചെയ്യുന്നത് കോമ്പൗണ്ട് സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കി. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും ഉണ്ടാവും, ഒരു ഡിപ്പെൻഡന്റ് ക്ലോസും ഉണ്ടാവും. അതായത് ഒരു മെയിൻ ക്ലോസും ഉണ്ടാവും, അർത്ഥമുള്ളൊരു സെന്റൻസും ഉണ്ടാവും, അർത്ഥമില്ലാത്ത ഒരു സെന്റൻസും ഉണ്ടാവും. അതാണ് നമ്മൾ അഡ്വാൻസ്ഡ് ലെവലിൽ സംസാരിക്കേണ്ടത്. ഇവരെയാണ്, ഏറെയാണ് കോംപ്ലക്സ് സെന്റൻസിനെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് ലെവലിൽ സംസാരിക്കേണ്ടത്. അപ്പോൾ അർത്ഥമുള്ള ആളും ഉണ്ട്, അർത്ഥമില്ലാത്ത ആളുമുണ്ട്. ഇവരെ നമ്മൾ കണക്റ്റിംഗ് വേർഡ് വെച്ചിട്ട് കണക്ട് ചെയ്യും. അതാണ് കോംപ്ലക്സ് സെന്റൻസ്. അപ്പോൾ ഇനി നമ്മൾ അഡ്വാൻസ്ഡ് ലെവലിൽ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് കോമ്പൗണ്ട് സെന്റൻസിനെ കുറിച്ച് ഇനി പഠിക്കേണ്ട, സിമ്പിൾ സെന്റൻസിനെ കുറിച്ച് പറയേണ്ട. അത് ഇനി അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഇന്നലെ വരെ വന്ന ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടാൽ മതി. കോംപ്ലക്സ് സെന്റൻസ് ആണ് നമ്മളിനി മനസ്സിലാക്കേണ്ടത്. നമ്മളിനി ആ രീതിയിലാണ് നമ്മുടെ സെന്റൻസുകളെല്ലാം പോകുന്നത്, നമ്മൾ സംസാരിച്ച് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഐഡിയ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ദിവസം നമ്മൾ കോംപ്ലക്സ് സെന്റൻസിൽ ഒരുപാട് എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് വളരെ സിമ്പിളാണല്ലോ, നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടിയല്ലോ എന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ആർക്കെങ്കിലും ഇതൊക്കെ നിങ്ങളുടെ മക്കൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ് കൂടിയാണ്, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ആൻഡ് ഓൾസോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഓണാവധി കഴിഞ്ഞ വഴിയെ തുടങ്ങുകയാണ്. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, കുറേ വീട്ടമ്മമാർ എന്നെ വിളിക്കുന്നുണ്ട്, ഒന്ന് ക്ലാസ് തുടങ്ങുമോ എന്ന് ചോദിച്ചിട്ട്. 10 വീട്ടമ്മമാർക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ്, 10 ഓർത്ത് വെക്കുക. നമ്മൾ ഇത് ഈ കുട്ടികൾക്ക് തുടങ്ങുന്ന അതേ സമയം, കാരണം ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾ വീണ്ടും സ്കൂളിലോട്ട് പോയി തുടങ്ങുമ്പോൾ നമ്മൾ വീട്ടിൽ ജോലികളൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന ആ സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അത് പേഴ്സണലുമുണ്ട്, ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ അവരും എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതാ നമ്പർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.